ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ ഡെവലപ്മെന്റ് ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ക്രമാനുഗതമായ വളർച്ചയ്ക്ക് ശേഷം നിലവിലുള്ള 8.8 ഗിഗാവാട്ട് ആണവോർജ്ജ ശേഷി 2047ഓടെ 100 ഗിഗാവാട്ടായി ഉയർത്തുക എന്ന വമ്പൻ ലക്ഷ്യമാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഏകദേശം 11 മടങ്ങിലധികം വലിയൊരു കുതിച്ചുചാട്ടം. ഇത് ഇന്ത്യയുടെ ക്ലീൻ എനർജി ട്രാൻസിഷനിൽ ന്യൂക്ലിയർ എനർജിയെ ഒരു മെയിൻ പില്ലറായി മാറ്റും. ഈ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ വാതിലുകൾ തുറന്നുകൊടുത്തിട്ടുണ്ട്. നിർമ്മാണശേഷി വേഗത്തിലാക്കാനും ആഭ്യന്തര ഉൽപാദന സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഈ രംഗത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മാത്രം റിലയൻസ് ഇൻഡസ്ട്രീസ്, NTPC, അദാനി പവർ, ലളിത്പൂർ പവർ ജനറേഷൻ തുടങ്ങിയ കമ്പനികൾ ചേർന്ന് ഏകദേശം 25.4 ഗിഗാവാട്ട് ആണവോർജ്ജ ശേഷി വികസിപ്പിക്കുന്നതിനായി 6.5 ലക്ഷം കോടി രൂപയുടെ നിർദ്ദേശങ്ങളാണ് ഒപ്പുവച്ചിരിക്കുന്നത്. അതേസമയം വർദ്ധിച്ചുവരുന്ന ആവശ്യകത മുൻകൂട്ടി കണ്ട് പ്രമുഖ ഉപകരണ നിർമ്മാതാക്കളെല്ലാം തങ്ങളുടെ ഉൽപാദന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആണവോർജ്ജ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേവലം റിയാക്ടറുകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല, ഓരോ ആണവ നിലയത്തിന്റെയും ജീവൻ നാഡിയായിട്ടുള്ള പ്രത്യേകതരം പൈപ്പുകൾ, ട്യൂബുകൾ, അനുബന്ധ സിസ്റ്റങ്ങൾ എന്നിവയുടെ ആവശ്യകതയും ഇതിലൂടെ കുത്തനെ ഉയരും. ഈ അപൂർവ അവസരത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 3 കമ്പനികളെ കുറിച്ച് നമുക്കിന്ന് വിശദമായി നോക്കാം. ആദ്യത്തെ കമ്പനി രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. ഇവർ അത്യാധുനിക ടെക്നോളജിയിലുള്ള പ്രത്യേക പൈപ്പുകളും സ്പൂളിംഗ് ഭാഗങ്ങളും നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന പ്രമുഖരാണ്. ന്യൂക്ലിയർ സെക്ടറിൽ ഉപയോഗിക്കുന്ന സീംലെസ് ട്യൂബുകളുടെയും പൈപ്പുകളുടെയും വിതരണക്കാരാണിവർ. ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പ്രൈമറി പൈപ്പിംഗിൽ ഉപയോഗിക്കുന്ന ക്രിട്ടിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സീംലെസ് ട്യൂബുകൾ വിതരണം ചെയ്യുന്നതിനായി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രത്യേക അംഗീകാരം ഈ കമ്പനിക്കുണ്ട്. രത്നമണിയുടെ ഉപകമ്പനിയായിട്ടുള്ള രത്നമണി ഫിനോ സ്പൂളിംഗ് സൊല്യൂഷൻസ് ആണ് പ്രധാന ആണവ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. രത്നമണിയും സ്വിറ്റ്സർലാൻഡിലെ ടെക്നോ എനർജിയും ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് RFSS. ആണവ സ്പൂളുകൾ നിർമ്മിക്കുന്നതിൽ 1 നൂറ്റാണ്ടിലധികം പരിചയസമ്പത്തുള്ള കമ്പനിയാണ് ടെക്നോ എനർജി. ആണവ താപവൈദ്യുത നിലയങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉയർന്ന ഗുണനിലവാരമുള്ള പൈപ്പ് സ്പൂളുകൾ, ഹാങ്കറുകൾ, അനുബന്ധ പിന്തുണ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ RFSS വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ആണവ മേഖലയിൽ തികച്ചും ശക്തമായൊരു വിപണി സ്ഥാനം നേടിയെടുക്കാൻ RFSSന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ NPCILന്റെ അംഗീകാരമുള്ള ഇന്ത്യയിലെ ഒരേയൊരു ന്യൂക്ലിയർ അംഗീകൃത ഫെസിലിറ്റിയും ഇവരുടേതാണ്. ഇന്ത്യക്ക് പുറമെ ഈജിപ്ത്, തുർക്കി, ഹംഗറി എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര ആണവ പദ്ധതികളിലേക്ക് പൈപ്പ് സ്പൂളുകൾ വിതരണം ചെയ്യാനുള്ള അംഗീകാരവും ഇവർക്കുണ്ട്. വരും വർഷങ്ങളിൽ പുതിയ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നതോടെ രത്നമണി വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരമായ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 ഗിഗാവാട്ട് ശേഷിയുള്ള ഒരു പുതിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ 4000 മുതൽ 5000 ടൺ വരെ പൈപ്പ് സ്പൂളുകൾ ആവശ്യമാണ്. അതിനാൽ 2047ഓടെ 100 ഗിഗാവാട്ട് ആണവശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വൻ സാധ്യതകളാണ് ഈ കമ്പനിക്ക് മുന്നിൽ തുറക്കുന്നത്. ഈ ഡിമാൻഡ് മുതലാക്കാൻ RFSSന്റെ കയ്യിൽ നിലവിൽ ഏകദേശം 550 കോടി രൂപയുടെ സജീവമായ ഓർഡറുകളുണ്ട്. ഈ ഓർഡർ ബുക്കിൽ നിന്ന് 480 മുതൽ 500 കോടി രൂപ വരെയുള്ള ജോലികൾ 2027 സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ സ്പൂൾ ബിസിനസ്സിൽ 20 മുതൽ 25% വരെ വരുമാന വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നിലവിലുള്ള ഓർഡറുകൾക്ക് പുറമെ ആഗോളതലത്തിലും ഇന്ത്യയിലും കൂടുതൽ കോൺട്രാക്റ്റുകൾക്കായി രത്നമണി മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ആഗോളതലത്തിൽ 400 ദശലക്ഷം മുതൽ 500 ദശലക്ഷം US$ വരെ മൂല്യമുള്ള ആണവ പദ്ധതികളുടെ ടെൻഡറുകളിൽ കമ്പനി പങ്കാളിയാകുന്നുണ്ട്. ഇത്രയും വലിയ ഓർഡറുകളും സങ്കീർണമായ പദ്ധതികളും കൃത്യമായി നടപ്പിലാക്കുന്നതിനായി കമ്പനി തങ്ങളുടെ സ്പൂൾ നിർമ്മാണ ശേഷി പ്രതിവർഷം 1200 മെട്രിക് ടണ്ണിൽ നിന്ന് 4000 മെട്രിക് ടണ്ണായി ഉയർത്തുകയാണ്. ഈ പുതിയ പ്ലാന്റിന്റെ നിന്നുള്ള വരുമാനം 2027 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയോടെ ലഭിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല RFSSന്റെ വരുമാന വളർച്ച അവരുടെ ബിസിനസിന്റെ കരുത്തുറ്റ മുന്നേറ്റത്തെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിലെ 55 കോടി രൂപയിൽ നിന്ന് 7 മടങ്ങിലധികം വർദ്ധിച്ച് 2026 സാമ്പത്തിക വർഷത്തിൽ 390 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. പ്ലാന്റിന്റെ ശേഷി പരമാവധി ഉപയോഗപ്പെടുത്തിയത് വഴി പ്രവർത്തനക്ഷമത വർദ്ധിക്കുകയും ഇതിലൂടെ ലാഭവിഹിതം അല്ലെങ്കിൽ മാർജിൻ 30 മുതൽ 35% വരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഏറ്റവും ഉയർന്ന മാർജിൻ ആണെന്നും വരും ദിവസങ്ങളിൽ പൈപ്പ് സ്പൂൾ ബിസിനസ്സിലെ മാർജിൻ 20 മുതൽ 25% സ്ഥിരപ്പെടുമെന്നും കമ്പനി കരുതുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കമ്പനി DEE ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. ആണവോർജ്ജ മേഖല ഉൾപ്പെടെയുള്ള നിർണായക വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈ പ്രഷർ പ്രോസസിംഗ് പൈപ്പ് സൊല്യൂഷൻസുകൾ നൽകുന്നതിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ മുൻനിരക്കാരാണ് ഇവർ. ഡിസൈനിങ്, വാങ്ങലുകൾ, നിർമ്മാണം എന്നിവയെല്ലാം ഒരുപോലെ നിർവഹിക്കാൻ ശേഷിയുള്ള കമ്പനിയാണിത്.
2026 ജൂലൈ 9 കണക്കനുസരിച്ച് കമ്പനിയുടെ കയ്യിലുള്ള ഓർഡർ ബുക്ക് 2428 കോടി രൂപയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ പൈലറ്റ് പ്ലാന്റുകളുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമായി DEE പുതിയൊരു ബിസിനസ് വിഭാഗത്തിന് തുടക്കം കുറിച്ചു. ആണവ മേഖല ഉൾപ്പെടെയുള്ള പ്രത്യേക രംഗങ്ങളിലെ ഉപഭോക്താക്കളുടെ ഗവേഷണം, വികസനം, പ്രോസസ് സിമുലേഷൻ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനാണ് ഈ സിസ്റ്റങ്ങൾ നിർമ്മിച്ചത്. ഈ പുതിയ നീക്കം കമ്പനിയുടെ വരുമാന മാർഗങ്ങളെ കൂടുതൽ വൈവിധ്യപൂർണ്ണമാക്കി. DEE ആണവോർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഊർജ്ജ മേഖലയിലുടനീളമുള്ള ആഗോള നിക്ഷേപ വർധനവിന് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. രാജ്യത്തെ ആണവോർജ്ജ ശേഷി നിലവിലെ 8 ഗിഗാവാട്ടിൽ നിന്ന് 2047 ആകുമ്പോഴേക്കും 100 ഗിഗാവാട്ട് ഉയരുമെന്ന പ്രവചനങ്ങൾ കാണുമ്പോൾ ഈ മേഖല വലിയൊരു ദീർഘകാല അവസരമാണ് നൽകുന്നതെന്ന് കമ്പനി മാനേജ്മെന്റും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണവ വ്യവസായത്തിലുടനീളം നടക്കുന്ന മൂലധന നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ തുടർച്ചയായിട്ടുള്ള വളർച്ചയ്ക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വളർച്ച പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് തങ്ങളുടെ നിർമ്മാണ ശൃംഖല കമ്പനി വിലയിരുത്തി വരികയാണ്. ആണവോർജ്ജ മേഖലയെ ഒരു വളർന്നു വരുന്ന ബിസിനസ്സായി കാണുന്ന മാനേജ്മെന്റ് 2030ഓടെ 2500 കോടി രൂപയുടെ വരുമാന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഈ മേഖല നിർണായക പങ്ക് വഹിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ആണവോർജ്ജത്തിന് പുറമെ ഓയിൽ ആൻഡ് ഗ്യാസ്, തെർമൽ പവർ, കെമിക്കൽ, പെട്രോകെമിക്കൽ, ഡിസാലിനേഷൻ, സിമന്റ് വ്യവസായങ്ങൾ എന്നിവയ്ക്കും കമ്പനി സേവനം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ പ്രോസസ് പൈപ്പിംഗിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നശേഷിയുള്ള കമ്പനികളിൽ ഒന്നാണിത്. കൂടാതെ ഇവരുടെ ഹെവി ഫാബ്രിക്കേഷൻ വിഭാഗം പുനരുപയോഗ ഊർജ്ജത്തെയും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന മേഖലകളെയും പിന്തുണയ്ക്കുന്നുണ്ട്. DEE കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിലെ അഞ്ചാറിലുള്ള പൈപ്പ് ഫാബ്രിക്കേഷൻ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പ്രവർത്തനവുമാണ് ഏറ്റവും നിർണായകം. ഇതോടെ കമ്പനിയുടെ പ്രോസസ് പൈപ്പിംഗ് ശേഷി പ്രതിവർഷം 6000 മെട്രിക് ടണ്ണിൽ നിന്ന് 30,000 മെട്രിക് ടണ്ണായി ഉയരും. ഈ പ്ലാന്റ് പ്രധാനമായും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയ്ക്കുള്ള സേവനങ്ങളാണ് നൽകുക. അതോടൊപ്പം പ്രതിവർഷം 7000 മെട്രിക് ടൺ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവാൾ തിക്നെസ് സീംലെസ് പൈപ്പ് നിർമ്മാണ പ്ലാന്റിന്റെ വാണിജ്യവൽക്കരണവും കമ്പനിക്ക് വലിയ കുതിപ്പേകും. കൂടാതെ ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്ററുകൾക്കായുള്ള ആഗോള ആവശ്യകതയും കമ്പനി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രമുഖ EPC കമ്പനിയായിട്ടുള്ള നെട്ടർ എറിക്സണുമായി ഇവർ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് കമ്പനിയുടെ HRSG പൈപ്പ് സ്പൂൾ നിർമ്മാണ ശേഷിയുടെ 60% ഈ ഒരു കമ്പനിക്കായിട്ട് മാറ്റിവെക്കും. ഈ കരാറിലൂടെ പ്രതിവർഷം കുറഞ്ഞത് 15.3 ദശലക്ഷം US$ ബിസിനസ് ഉറപ്പാണ്. ഇനി മൂന്നാമത്തെ ഓഹരി വെൽസ്പൺ കോർപ്പറേഷനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാറുകൾ, പൈപ്പുകൾ, ട്യൂബുകൾ എന്നിവ നിർമ്മിക്കുന്ന ബിസിനസ് വിഭാഗത്തിലൂടെ ആണവ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുകയാണ് ഈ കമ്പനി. ഇവരുടെ ഉപകമ്പനിയായിട്ടുള്ള വെൽസ്പൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് ആണ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. വിവിധ നിർണായക വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഗോള നിലവാരത്തിലുള്ള കൃത്യതയാർന്ന ഉൽപ്പന്നങ്ങളാണ് WSSL നിർമ്മിക്കുന്നത്. സ്റ്റീം ജനറേറ്റർ ട്യൂബുകളും നിർണായക ന്യൂക്ലിയർ റിയാക്ടർ ഘടകങ്ങളും ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിക്കൽ അലോയ് 800 ഹൈ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും കമ്പനിക്ക് മികച്ച വൈദഗ്ധ്യമാണുള്ളത്. 2026 സാമ്പത്തിക വർഷത്തിൽ NPCIL നിന്ന് 800 ഹൈ കാർബൺ നിക്കൽ അലോയ്ക്കായി ഒരു ഓർഡർ വെൽസ്പൺ കരസ്ഥമാക്കിയിരുന്നു. ഈ വിജയം കമ്പനിയുടെ തന്ത്രപ്രധാനമായ സാന്നിധ്യം കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടി സഹായിച്ചു. 2047ഓടെ ആണവോർജ്ജ ലക്ഷ്യത്തിൽ നിന്ന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇവർക്കുമുണ്ട്. ആണവോർജ്ജത്തിന് പുറമെ വെൽഡഡ് ലൈൻ പൈപ്പുകൾ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി കൂടിയാണ് വെൽസ്പൺ കോർപ്പ്. LSAW, HSAW, HIFW പൈപ്പുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. എണ്ണവാതക വിതരണം, ഹൈഡ്രജൻ ഗതാഗത പൈപ്പ് ലൈനുകൾ, കാർബൺ ക്യാപ്ചർ നെറ്റ്വർക്കുകൾ എന്നിവയിലാണ് ഈ പൈപ്പുകൾ ഉപയോഗിക്കുക. USA-യിലും സൗദി അറേബ്യയിലും എണ്ണവാതക പൈപ്പ് ലൈനുകൾ വികസിക്കുന്നത് വെൽസ്പണിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് വലിയ കരുത്താകും. കൂടാതെ ജലസേചന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും കമ്പനിയുടെ മറ്റൊരു വളർച്ചാ ഘടകമാണ്. ഇവരുടെ ഉപഭോക്തൃ ബ്രാൻഡുകളായിട്ടുള്ള സിൻഡെക്സ് ടാങ്ക്സ്, പ്ലാസ്റ്റിക് പൈപ്സ് ബിസിനസ്സുകളിൽ 2x വളർച്ചയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾക്ക് 67,000 കോടി രൂപയുടെ ജൽ ജീവൻ മിഷൻ ഫണ്ട് ലഭിക്കുന്നതോടെ 2027 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ DI പൈപ്പുകൾക്കും വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറിനും ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാകുമെന്നും കമ്പനി കണക്കുകൂട്ടുന്നുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 16,770 കോടി രൂപയുടെ വരുമാനവും 2,371 കോടി രൂപയുടെ എബിറ്റയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2027 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 20,000 കോടി രൂപയായും എബിറ്റ 2,850 കോടി രൂപയായും ഉയരുമെന്നാണ് പ്രതീക്ഷ. കയ്യിലുള്ള 25,350 കോടി രൂപയുടെ ശക്തമായ ഓർഡർ ബുക്ക് ഈ വർഷത്തെ മികച്ച പ്രതീക്ഷകൾക്ക് അടിവരയിടുന്നു. പ്രധാനമായും US-ൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ഡിമാൻഡാണ് ഈ ഓർഡർ ബുക്കിന് ആധാരം. ഇനി ഇവയുടെ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വാല്യുവേഷൻ നമ്മൾ നോക്കിയാൽ
റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നിവയിൽ വെൽസ്പൺ കോർപ്പ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ രത്നമണി മെറ്റൽസും അതിനുശേഷം DEE ഡെവലപ്മെന്റും ഉണ്ട്. വാലുവേഷന്റെ കാര്യത്തിൽ 3 കമ്പനികളും തങ്ങളുടെ ഇൻഡസ്ട്രി ആവറേജിന് 3 വർഷത്തെ ആവറേജിനേക്കാളും ഒക്കെ ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. എങ്കിലും DEEയുടെ വിപണിയിലെ ചരിത്രം താരതമ്യേന കുറവാണ്. ചുരുക്കത്തിൽ 2047ഓടെ ആണവോർജ്ജ ശേഷി 100 ഗിഗാവാട്ടായി ഉയർത്താനുള്ള ഇന്ത്യയുടെ പദ്ധതി സപ്ലൈ ചെയിൻ മേഖലയിലുടനീളം വലിയ ദീർഘകാല അവസരങ്ങളാണ് സൃഷ്ടിക്കുക. ഈ 3 കമ്പനികളിൽ ആണവ അംഗീകാരമുള്ള പൈപ്പ് സ്പൂളുകളിലുള്ള രത്നമണിയാണ് ഏറ്റവും നേരിട്ടുള്ള അവസരം നൽകുക. വരാനിരിക്കുന്ന പദ്ധതി ആവശ്യങ്ങൾക്കായി DEE തങ്ങളുടെ പ്രോസസ് പൈപ്പിംഗ് ശേഷി ഉയർത്തുമ്പോൾ സ്പെഷ്യാലിറ്റി അലോയ്കൾ, സ്റ്റീം ജനറേറ്റ് ട്യൂബുകൾ എന്നിവയിലൂടെ വെൽസ്പൺ തന്ത്രപ്രധാനമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. ആണവ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ വേഗതയും പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതുമായിരിക്കും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ. ഇവ പൂർത്തിയാകാൻ സമയമെടുക്കുന്ന വലിയ പദ്ധതികളായതിനാൽ കമ്പനികളുടെ ലാഭവിഹിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഓഹരികൾ തന്നെയാണ് ഇവ 3.